മഞ്ഞിൻ കണങ്ങൾ പുൽകി നിൽക്കുന്ന ഒലിവ് ചില്ലകളെ തഴുകി വരുന്ന കാറ്റിൽ മാലാഖമാരുടെ ആ മനോഹര ഗാനം പ്രതിധ്വനിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപയുള്ള മനുഷ്യർക്ക് സമാധാനം. അശാന്തിയും അന്ധകാരവും നിറഞ്ഞ ലോകത്തിന് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം നൽകിക്കൊണ്ട് വീണ്ടും ഒരു ക്രിസ്മസ് ദിനം കൂടി ആഗതമായിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യരെ രക്ഷിക്കുവാൻ ദൈവപുത്രനായ യേശുക്രിസ്തു മനുഷ്യനായി തിരുപ്പിറവി കൊണ്ട പുണ്യ ദിവസം. നേർച്ചകാഴ്ചകളും ബലിയർപ്പണങ്ങളുമായി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഓടി നടന്ന മനുഷ്യരെ, അവരെ പ്രസാദിപ്പിക്കുവാനായി സകല മനുഷ്യർക്കുമുള്ള മഹാസന്തോഷത്തിൻ്റെ സദ്വാർത്തയായി ദൈവപുത്രൻ കടന്നു വന്നു. അവിടെ ജാതി, മത, വർഗ, ലിംഗ ഭേദങ്ങളില്ല. ആർക്കും എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും അവൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ കാലിത്തൊഴുത്തിൽ പറന്ന ലോകരക്ഷകൻ്റെ തിരുപ്പിറവിയുടെ ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് ന്യൂസ് സ്കാൻ ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു മാസമായി ലോകത്തെ മുഴുവൻ ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ച 2022 ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ പര്യവസാനിച്ചു. ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ 100,000-ഓളം കാൽപന്ത് പ്രേമികളെയും ലോകമെങ്ങും വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ മത്സരം വീക്ഷിച്ച കോടിക്കണക്കിന് മനുഷ്യരെയും സാക്ഷിയാക്കി എന്തിനാണ് നമ്മൾ ഖത്തറിൽ വന്നത്, നമുക്കൊരു ലക്ഷ്യമുണ്ട് എന്ന് ഉറക്കെ പറഞ്ഞ അർജന്റീനയുടെ ക്യാപ്റ്റൻ ലയണൽ മെസ്സി ലോകകപ്പ് പുരസ്കാരം തൻ്റെ കൈകളിൽ ഉയർത്തി. ദൈവത്തിൻ്റെ സമയത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് കളിക്കളത്തിൽ ഇറങ്ങിയ മെസ്സി കിരീട നേട്ടം ദൈവത്തിൻ്റെ സമ്മാനമാണെന്നും പറഞ്ഞു. അതെ, മെസ്സി മിശിഹയല്ല, പക്ഷേ മിശിഹ മെസ്സിയോട് കൂടെയായിരുന്നു. ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ കൈവിട്ടു പോകും എന്ന് തോന്നിയിടത്തു നിന്നും അവിശ്വസനീയമായി അർജന്റീന വിജയത്തേരിലേറി. ലോകകപ്പിൻ്റെ തുടക്കത്തിൽ തികച്ചും ദുർബലരായിരുന്ന സൗദി അറേബ്യയോട് തോറ്റ അർജന്റീന പിന്നീട് ഒരു മത്സരത്തിൽ പോലും തോൽക്കാതെ കപ്പുയർത്തിയത് ഒരു വലിയ സന്ദേശം ഈ ലോകത്തിന് നൽകുന്നുണ്ട്. ജീവിതത്തിലുണ്ടാകുന്ന ചില തോൽവികൾ ഒന്നിൻ്റെയും അവസാനമല്ലെന്നും ഇനിയും പ്രതീക്ഷയ്ക്ക് സാധ്യതയുണ്ടെന്നും അവസാന വിജയം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കുണ്ടാകുമെന്നും ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ഖത്തർ എന്ന അറബ് രാഷ്ട്രത്തിൽ വെച്ച് നടത്തിയ ഈ ലോകകപ്പ് തുടക്കം മുതൽ വിവാദങ്ങളിൽ എത്തിക്കാൻ തീവ്ര മതബോധം പേറുന്നവർ ശ്രമം നടത്തിയിരുന്നു. ഫിഫ നിർണയിച്ച ഖത്തറിൽ ഫുട്ബോൾ കളിക്കാൻ ഭൂരിപക്ഷം പോന്ന ക്രൈസ്തവ രാഷ്ട്രങ്ങൾ എത്തിച്ചേർന്നത് ഇസ്ലാമിക മേൽക്കോയ്മ ഊട്ടി ഉറപ്പിച്ച സംഗതിയാണെന്ന മട്ടിൽ ചില മതംതീനികൾ പ്രചണ്ഡമായ പ്രചരണമാണ് അഴിച്ചുവിട്ടത്. ഇന്ത്യയുടെ നോട്ടപ്പുള്ളിയായ സാക്കിർ നായിക്കിൻ്റെ പ്രഭാഷണ പരമ്പരകൾ മത്സരത്തിൽ ഉടനീളമുണ്ടാകുമെന്നൊക്കെ ഇവർ പ്രചരിപ്പിച്ചെങ്കിലും ഇന്ത്യ കൂടി ശക്തമായ പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തിയപ്പോൾ അതെല്ലാം ചീറ്റിപ്പോയി. പ്രാഥമിക മത്സരങ്ങളിൽ ശക്തന്മാരായ അർജന്റീനയെ തുലോം ദുർബലമായ സൗദി അറേബ്യ അട്ടിമറിച്ചപ്പോഴും ക്വാർട്ടറിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെ മൊറോക്കോ കീഴടക്കിയപ്പോഴും അതെല്ലാം ഇസ്ലാമിൻ്റെ വിജയമാക്കി കാണിക്കാനുള്ള ഹീനമായ ശ്രമങ്ങളാണ് ചിലർ നടത്തിയത്. മത്സരങ്ങൾ കണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ ഇസ്ലാം മതം സ്വീകരിച്ചുവെന്നും ലോകകപ്പ് മത്സരങ്ങൾ കഴിയുമ്പോഴേക്കും അത് ഇരട്ടിയാകുമെന്ന് വരെ അവർ വീരവാദം മുഴക്കി. ക്വാർട്ടറിൽ മൊറോക്കോയുടെ വിജയം ഇസ്ലാമിൻ്റെ വിജയമാണെന്ന് പറഞ്ഞവർ സെമിയിൽ അതേ മൊറോക്കോ തന്നെ ഫ്രാൻസിനോട് ഏറ്റുവാങ്ങിയ തോൽവി അത് ഇസ്ലാമിൻ്റെ പരാജയമായിട്ട് അവർ പറയണമല്ലോ. ഒപ്പം ഫ്രാൻസിൻ്റെ വിജയം ക്രൈസ്തവ ലോകത്തിൻ്റെ വിജയമായിട്ടും കാണണമല്ലോ. എന്നാൽ വിവേകമുള്ള ക്രൈസ്തവരാരും അങ്ങനെ പാടി നടന്നില്ല.
എന്തിനധികം പറയുന്നു, കാലങ്ങളായി ലോകകപ്പ് കിരീടങ്ങൾ നേടുന്നത് മുഴുവൻ ക്രൈസ്തവ രാജ്യങ്ങളാണെങ്കിലും അതൊന്നും ക്രൈസ്തവികതയുടെ വിജയമാണെന്ന് ഇതുവരെ ആരും പ്രചരിപ്പിച്ചിട്ടില്ല എന്നുള്ള വസ്തുത മറന്നുപോകരുത്. ഫുട്ബോൾ ഭൂപടത്തിൽ പോർച്ചുഗൽ എന്ന രാജ്യത്തിന് ഇടമുണ്ടാക്കിക്കൊടുത്ത വിശ്വവിഖ്യാതനായ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കണ്ണുനീർ ഈ ലോകകപ്പിൽ വീഴുന്നത് നമ്മൾ കണ്ടു. ഫോം അല്പമൊന്ന് മോശമായെന്ന് തോന്നിയപ്പോൾ മൂലക്കിരുത്തിയ കോച്ചിൻ്റെ നടപടിയും സഹകളിക്കാരുടെ നിസ്സഹകരണവും റൊണാൾഡോയുടെ പതനത്തിന് ആക്കം കൂട്ടി. അതേസമയം ലയണൽ മെസ്സി എന്ന അത്ഭുതത്തോടൊപ്പം അർജന്റീനിയൻ താരങ്ങളും കോച്ചും ഒറ്റക്കെട്ടായി നിന്നു. അതവരെ വലിയ വിജയത്തിലേക്ക് നയിച്ചു. ഇത് തമ്മിലടിച്ച് തകരുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സന്ദേശം കൂടിയാണ്. അത് വിശ്വാസത്തിൻ്റെ പേരിലായാലും ആചാരങ്ങളുടെ പേരിലായാലും എന്തിൻ്റെ പേരിലായാൽ പോലും മൈതാനത്ത് ക്രിസ്തുവിലുള്ള തൻ്റെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ചയാളാണ് ബ്രസീലിൻ്റെ നെയ്മർ. 100% ജീസസ് എന്ന ബാൻഡ് ശിരസിൽ കെട്ടിക്കൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ സാക്ഷ്യം നൽകുന്ന നെയ്മർ ക്വാർട്ടറിൽ ക്രൊയേഷ്യയോട് പരാജയപ്പെട്ട് കണ്ണുനീരോടെ മടങ്ങിയത് അത് മറക്കാനാകില്ല. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് പരാജയത്തിലും ദൈവത്തിന് മഹത്വം കരയറ്റിയ നെയ്മർ തോൽവിയിലും ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞത് ആരെയും അമ്പരപ്പിക്കുന്ന കാര്യമായിരുന്നു. ക്രൊയേഷ്യക്കെതിരെ തോൽക്കുന്നത് കണ്ട് പൊട്ടിക്കരഞ്ഞ നെയ്മറിനെ ക്രൊയേഷ്യൻ ടീമിലെ തന്നെ ഇവാൻ പെരിസിച്ചിൻ്റെ മകൻ ലിയോ ആശ്വസിപ്പിക്കുന്നത് ഫുട്ബോളിലെ ഒരു ആനന്ദ കാഴ്ചയായിരുന്നു. അപ്പൻ്റെ ഒപ്പം വിജയം ആഘോഷിക്കുന്നതിന് പകരം എതിരാളിയുടെ പരാജയത്തോട് താതാത്മ്യപ്പെട്ട് കരയുന്ന നിഷ്കളങ്ക സ്നേഹത്തിൻ്റെ ചിത്രം. എല്ലാവരും വിജയിക്കുന്നവരുടെ കൂടെ പോകുമ്പോൾ പരാജയപ്പെട്ടവൻ്റെ കൂടെ നിൽക്കാൻ ദൈവികമായ മനസ്സുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ക്രിസ്തുവും അങ്ങനെ തന്നെ ആയിരുന്നുവല്ലോ. ജീവിതത്തിൽ തോറ്റുപോകുന്നവരുടെ ഒപ്പവും അവൻ കൂടെ ഉണ്ടാകും. 2018 ക്രൊയേഷ്യ ഫ്രാൻസിനോട് പരാജയപ്പെട്ടപ്പോൾ ക്രൊയേഷ്യൻ പ്രസിഡന്റ് കൊളിൻഡ ഗ്രാബർ ക്യാപ്റ്റൻ ലൂക്ക മോഡ്രിച്ചിനെ ആശ്വസിപ്പിക്കുന്നത് ഈ ഫൈനലിൽ ഫ്രാൻസിൻ്റെ സൂപ്പർ താരം എംബാപ്പയെ ആശ്വസിപ്പിക്കുവാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിച്ചെന്ന പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമൊക്കെ ഇത്തരം ഉന്നത വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ്. ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 2 ദൗത്യം അവസാന നിമിഷത്തിൽ പൂർണ്ണ ലക്ഷ്യത്തിലെത്താതെ പരാജയപ്പെട്ടപ്പോൾ ISRO തലവനായിരുന്ന കെ ശിവനെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്ത് ആശ്വസിപ്പിച്ചതും ഇതോടൊപ്പം ചേർത്ത് വായിക്കാവുന്നതാണ്. എല്ലാവരെക്കാളും മുമ്പേ മെസ്സി തന്നെ കപ്പുയർത്തുമെന്ന് ശക്തമായി പ്രവചിച്ചത് വേറെ ആരുമല്ല LDF കൺവീനർ EP ജയരാജനായിരുന്നു. ജയിക്കാൻ മാത്രം ഫുട്ബോൾ രംഗത്ത് വളർന്നു വന്നിട്ടുള്ളവരാണ് അവർ. മെസ്സി ഇത്തവണ കപ്പും കൊണ്ടേ പോകും, മേഴ്സി കപ്പും കൊണ്ടേ പോകും. ഇന്നിപ്പോൾ പത്രങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട്, മേഴ്സി തന്നെ പറഞ്ഞിട്ടുണ്ട് കപ്പും കൊണ്ടേ മുടക്കും. പറഞ്ഞു വന്നപ്പോൾ മേഴ്സി എന്നായി പോയെങ്കിലും EP അണ്ണൻ്റെ നാവ് പൊന്നായി. പിണറായി വിജയൻ ഫ്രാൻസിന് ആശംസ നേർന്നത്
അർജന്റീനയ്ക്ക് ഗുണമായെന്ന് ചില ദോഷകൈതൃക്കുകൾ ഇതിനിടയിൽ പറയുന്നുമുണ്ട്. ഇനി 2026 കാനഡയും മെക്സിക്കോയും അമേരിക്കയും ഒക്കെ ചേർന്ന് സംയുക്ത ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പിൽ വീണ്ടും കാണുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. അപ്പോഴും ഒരു ദുഃഖം ബാക്കിയുണ്ട്. 135 കോടി മനുഷ്യരുള്ള ഒരു രാജ്യത്ത് നിന്ന് ഒരു 11 കളിക്കാരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇനിയും നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത്. ഇന്ത്യയും ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന നാളുകൾ വിദൂരമല്ല എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പ്രതീക്ഷയ്ക്ക് വക തരുന്നുണ്ടെങ്കിലും മലയോര മേഖലയിൽ താമസിക്കുന്ന 10,000-കണക്കിന് കുടുംബങ്ങളുടെ അതിജീവന ആശങ്കകൾക്ക് ആക്കം കൂട്ടിക്കൊണ്ടായിരുന്നു ബഫർ സോൺ വിഷയത്തിൽ സർക്കാർ സത്യവാങ്മൂലവുമായി കോടതിയിലെത്തിയത്. സർക്കാർ മലയോര കർഷകരുടെ ആവലാതികൾക്കൊപ്പം നിൽക്കാതെ മറുകണ്ഠം ചാടിയപ്പോൾ അവർക്ക് താങ്ങും തണലുമായി ആശ്വാസമായി നിലകൊണ്ടത് കത്തോലിക്ക സഭയിലെ വൈദിക ശ്രേഷ്ഠന്മാരായിരുന്നു. കടുത്ത ദുരൂഹത നിറഞ്ഞു നിൽക്കുന്ന സാറ്റലൈറ്റ് സർവേ എന്ന അശാസ്ത്രീയമായ കാര്യപരിപാടികളിലൂടെ നീതിയോടെ നേടിയ പട്ടയമുള്ള ഭൂമിയിൽ നിന്ന് കർഷകരെ ഇറക്കിവിടാൻ സർക്കാർ നടത്തിയ നീക്കങ്ങളെ വെള്ളപൂശാൻ പലരും രംഗത്ത് വന്നെങ്കിലും ജനത്തെ പെരുവഴിയിലാക്കാനുള്ള ദുരുദ്ദേശം സർക്കാരിനുണ്ടെന്ന് സഭാ നേതൃത്വവും ഉപഗ്രഹ സർവേ അടിമുടി ദുരൂഹമാണെന്ന് പ്രതിപക്ഷവും ശക്തമായി ആരോപിച്ചു. സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടാൽ ഇളവ് നൽകാമെന്ന സുപ്രീം കോടതി പറഞ്ഞിട്ടും അത് പ്രാബല്യത്തിൽ വരുത്താൻ ശ്രമിക്കാത്ത കേരളത്തിലെ സർക്കാരിൻ്റെ നിലപാടുകൾ ദുരൂഹമല്ലാതെ പിന്നെ എന്താണ്? ഈ ആരോപണങ്ങളെ നിഷേധിക്കുന്നവർ സീറോ മലബാർ സഭാ പ്രതിനിധി ചാക്കോ കാളാമ്പറമ്പിൽ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. ഈ 3 മാസത്തിനുള്ളിൽ 90 ദിവസത്തിനുള്ളിൽ സുപ്രീം കോടതി വിധി അനുസരിച്ച് സെപ്റ്റംബർ 3 വരെയാണ് സമയം കൊടുത്തിരുന്നത്. അത് കൊടുക്കാനായിട്ട് സംസ്ഥാന സർക്കാർ സന്നദ്ധരായി. അവരെന്ത് ചെയ്തു? ഇതിന്റെ മറയിൽ ഒരു ഉപഗ്രഹ മാപ്പിംഗ് നടത്തി. ആ ഉപഗ്രഹ മാപ്പിംഗ് വഴി ഒരു മാപ്പ് ഉണ്ടാക്കാനായിട്ട് ശ്രമം നടത്തി. അത് ഓഗസ്റ്റ് മാസം 28-ാം തീയതി ആ ഉപഗ്രഹ മാപ്പിംഗ് പുറത്തുവിട്ടെന്ന് പറഞ്ഞാൽ സർക്കാർ ഈ മാപ്പ് ചെയ്ത ഏജൻസി, ആ ഏജൻസി പുറത്തു കൊണ്ടു. പക്ഷെ ആ ഏജൻസി ഏതാണ്? ആ ഏജൻസി കേരള സ്റ്റേറ്റ് റിമോട്ട് സെൻസിങ് ആൻഡ് എൻവയോൺമെന്റ് സെന്റർ ആണ്. അത് കെസ്റക് എന്ന് പറയുന്ന ഏജൻസിയാണ്. ഈ ഏജൻസി ദേശീയ അംഗീകാരമുള്ള ഒരു ഏജൻസി ഒന്നുമല്ല. ഇത് ഇവിടുത്തെ എൻവയോൺമെന്റിന്റെ ഒരു സംവിധാനമാണ്. ദേശീയ അംഗീകാരം ഇല്ലാന്ന് മാത്രമല്ല, ഈ ഏജൻസിക്കുള്ള സാറ്റലൈറ്റ് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ കൃത്യത കുറഞ്ഞ, വളരെ റെസൊല്യൂഷൻ വളരെ കുറഞ്ഞ സാറ്റലൈറ്റ് ഉപയോഗിച്ചാണ് ഈ ഏജൻസി ഇത് മാപ്പിംഗ് നടത്തിയത്. അപ്പൊ അതിന്റെ കൂടെ ഗൂഗിൾ മാപ്പും ഗൂഗിൾ എർത്തോ ഡ്രോൺ ഫോട്ടോഗ്രാഫിയും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ കുറെ കൂടെ കൃത്യതയോടെ നിർമ്മിതികളുടെ കണക്കെടുക്കാമായിരുന്നു. അതൊന്നും ചെയ്തില്ല. ഓഗസ്റ്റ് 28-ാം തീയതി ഈ മാപ്പ് അവരുടെ കയ്യിൽ കിട്ടിയിട്ട് അത് പുറത്തുവിടാനായിട്ട് പലപ്പോഴും ഈ കർഷക സമിതികൾ ആവശ്യപ്പെട്ടു. അവർ പുറത്തുവിട്ടില്ല. അവർ പറഞ്ഞത് ഈ മാപ്പിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് പരിശോധിക്കാനായിട്ട് ഒരു 5-അംഗ സമിതിയെ, ജസ്റ്റിസ് തോട്ടത്തിൽ രാധാകൃഷ്ണൻ നേതൃത്വത്തിലുള്ള 5-അംഗ സമിതിയെ വെച്ചേക്കാം. അവർ പരിശോധിച്ചിട്ട് സ്ഥലപരിശോധന നടത്തി നിങ്ങളുടെ ആക്ഷേപങ്ങൾ പരിഹരിക്കുന്നതാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതനുസരിച്ച് നമ്മൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നെങ്കിലും ഇവർക്ക് പുറത്തുവിട്ടില്ല. അങ്ങനെയാണ് 61 കർഷക സംഘടനകൾ KCB നേതൃത്വത്തിൽ കേരള കർഷക അതിജീവന സംയുക്ത സമിതിയൊക്കെ ഉണ്ടാക്കി ഇതിനു വേണ്ടി മുമ്പോട്ട് പോയത്. അങ്ങനെ ഇരിക്കുകയാണ് ഈ തോട്ടത്തിൽ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഈ കമ്മിറ്റിയും കാര്യമായ 1-2 ഓൺലൈൻ മീറ്റിംഗ് സിറ്റിംഗ് നടത്തിയത് കാര്യമായ ഒരു പഠനവും നടത്തിയില്ല. ഒരു ഇടക്കാല റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തില്ല. 3 മാസ കാലാവധിക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ സമയത്താണ് സുപ്രീം കോടതിയിൽ ഈ കേസിനെ കുറിച്ച് ജനുവരി മാസം 11-ാം തീയതി ഒരു വിചാരണ വരുന്നത്. അപ്പൊ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി കിട്ടുമെന്ന് ഏകദേശം ബോധ്യമായി കഴിഞ്ഞപ്പോ അതിനിടയിൽ മഹാരാഷ്ട്ര ഗവൺമെന്റും കർണാടക ഗവൺമെന്റും അവിടെ പോയിട്ട്, മഹാരാഷ്ട്രയിലെ റിയൽ എസ്റ്റേറ്റ് സംഘമാണ്, റിയൽ എസ്റ്റേറ്റ് സംഘവും കർണാടക ഗവൺമെന്റും ഈ സുപ്രീം കോടതിയിൽ പോയിട്ട് ഈ വിധിക്കെതിരെ ഇടക്കാല സ്റ്റേ വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ സർക്കാർ ഇതൊന്നും ചെയ്തില്ല. അവസാനം ഈ ജനുവരി മാസത്തിൽ വരുന്ന കേസ് ഹിയറിംഗിൽ പ്രശ്നം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഡിസംബർ 12-ന് അവര് ഈ മാപ്പ് പുറത്തുവിടുകയാണ്. എന്നിട്ട് പറയാണ് ഡിസംബർ 23 മുമ്പ് കർഷകർക്ക് ആക്ഷേപങ്ങളൊന്നും തന്നോളാം. അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ ആക്ഷേപം തന്നോളം പറഞ്ഞ 6 മാസം കഴിഞ്ഞ് ഈ വിധി വന്നിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യാതിരുന്ന സമയത്ത് ഗവൺമെന്റിന് തല്ല് കിട്ടുമെന്ന് ഉറപ്പായപ്പോ, തലയ്ക്കടി കിട്ടുമെന്ന് ഉറപ്പായപ്പോ ഗവൺമെന്റ് ഇത് പുറത്തുവിട്ട് കർഷകരുടെ തലയെ വെക്കാൻ നോക്കില്ല. അവര് റിപ്പോർട്ട് തന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. സേഫ് ആയിട്ട് വേണമെങ്കിൽ തലയൂരാവല്ലോ, അതുകൊണ്ട് ഒരു ശ്രമമാണെന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്, കർഷക സമിതി സംശയിക്കുന്നത്. ആ തരത്തിലുള്ള പരിശ്രമമാണ് അവർ നടത്തിയത്. അതിന്റെ പേരിലാണ് ഈ പറഞ്ഞ കേരള കർഷക അതിജീവന സമിതി
ശക്തമായ സമരമാർഗങ്ങളുമായിട്ടും സഭയുടെ ആശീർവാദത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇതിനുവേണ്ടി നിലകൊള്ളുന്നത്. ഈ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾ റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മലബാർ മേഖലയിലെ കർഷകർ മാനന്തവാടി, തലശ്ശേരി രൂപതകളിലെ അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ ശക്തമായി തന്നെ ബഫർ സോൺ വിഷയത്തിൽ രംഗത്ത് വന്നു. കേരളത്തിലെ വിവിധ മലയോര മേഖലകളിൽ അനേകായിരക്കണക്കിന് മനുഷ്യർ കോഴിക്കോട് ജില്ലയിലെ കൂരാച്ചുണ്ടിൽ പ്രതിഷേധവുമായി എത്തിച്ചേർന്നു. നീരൊഴുക്കിയവർക്ക് ചോര നൽകാനും മടിയില്ല. മലമ്പനിയോട് നാം തോറ്റിട്ടില്ല, വന്യമൃഗങ്ങളോട് തോറ്റിട്ടില്ല, മലമ്പാമ്പിനോട് തോറ്റിട്ടില്ല. ഈ സർക്കാരിന്റെ മുമ്പിൽ നാം തോക്കുകയില്ല. പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, പക്ഷേ ഈ പച്ചന്റെ മക്കൾ പള്ളിക്കൂടത്തിൽ പോയിട്ടുണ്ട്, പള്ളിക്കൂടം നടത്തിയിട്ടുണ്ട്, പള്ളിക്കൂടം പണിതിട്ടുണ്ട്. അതുകൊണ്ട് ഈ കളി ഞങ്ങളോട് വേണ്ട. സോഷ്യൽ മീഡിയ ശക്തമായി തന്നെ ഏറ്റെടുത്ത ഈ പ്രസംഗം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും മലയോര ജനതയുടെ ആ പ്രതിഷേധ സമരം ഫലം കാണുകയുണ്ടായി. മുഖ്യമന്ത്രി ശക്തമായി തന്നെ ഈ വിഷയത്തിൽ പതിവ് പോലെ വൈകിയാണെങ്കിലും ഇടപെട്ടിരിക്കുകയാണ്. മലയോര കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും സാറ്റലൈറ്റ് സർവേ അല്ല ആധികാരികമെന്നും മുഴുവൻ ജനവാസ മേഖലകളെയും ഒഴിവാക്കിയുള്ള സർവേ ഭൂപടമാണ് ഔദ്യോഗികമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. പശ്ചിമഘട്ടം സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. അതിന് മലയോര കർഷകർ ആരും തന്നെ എതിരല്ല. എന്നാൽ അതിൻ്റെ പേരിൽ മണ്ണിൽ പണിയെടുത്ത് ജീവിക്കുന്ന കർഷകരെ കുടിയിറക്കി വിടാമെന്നത് വിലപ്പോകുന്ന കാര്യമല്ല. വിഴിഞ്ഞത്തും മത്സ്യത്തൊഴിലാളികൾ ആവർത്തിച്ച് പറഞ്ഞതും ഇത് തന്നെയായിരുന്നു. വികസനത്തിന് അവർ എതിരല്ല, തുറമുഖം വരിക തന്നെ വേണം. പക്ഷേ അതിൻ്റെ പേരിൽ വീടും തൊഴിലും നഷ്ടപ്പെട്ടവർക്ക് കൃത്യമായ പരിഹാരം നൽകുക തന്നെ ചെയ്യണം. ഒരു വിഭാഗത്തിൻ്റെ മാത്രം സ്ഥാപിത താൽപ്പര്യങ്ങൾക്ക് അനുസൃതമായി അവരുടെ മാത്രം കുത്തകയാക്കി ഭക്ഷ്യ വിപണിയെ മാറ്റുന്ന തരത്തിൽ നിലനിൽക്കുന്ന ഹലാൽ ഭക്ഷണങ്ങളെ നിരോധിക്കാൻ കർണാടകയിൽ ബൊമ്മെ സർക്കാർ കരുക്കൾ നീക്കുകയാണ്. BJP MLA രവികുമാർ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റിയോട് വ്യക്തമാക്കി. मैं एक लेटर लिखा हूं सभापति जी को, हलाल सर्टिफिकेशन दे रहा है. हर फूड पैकेट के ऊपर हलाल का एम्बलम है, हलाल का सर्टिफाइड एम्बलम है. वो कैसा रह सकते हैं? ऐसे गलत करने वालों के ऊपर एक्शन लेने के लिए 2006 एक्ट को अमेंडमेंट लाने के लिए मैं एक प्राइवेट बिल ला रहा हूं. इसके बारे में मैं एक लेटर लिखा हूं सभापति, अगर मुझे चांस दिए तो वो बिल मैं रखने वाला हूं. ഹിജാബ് വിവാദത്തിന് ശേഷം റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ ആവേശത്തെ കെടുത്തിക്കളയുന്ന തരത്തിൽ ഹലാൽ ഭക്ഷണങ്ങൾ നിരോധിക്കാനുള്ള ബില്ലിനെ ബൊമ്മെ സർക്കാർ ശക്തമായി പിന്തുണച്ചിരിക്കുകയാണ്. ഹലാൽ എന്നാൽ അനുവദനീയം എന്നാണ് അർത്ഥമെങ്കിലും അതൊക്കെ ആർക്കാണ് അനുവദനീയമെന്നും ആർക്കാണ് നിഷിദ്ധമെന്നുമുള്ള വസ്തുതകളാണ് ഇനിയും ഇവിടെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ടത്. മതപരമായ സിദ്ധാന്തങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ അനുവദനീയമോ നിഷിദ്ധമോ ഒക്കെയാകുന്നത് ആ മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ്. അല്ലാത്തവരെ ബാധിക്കാത്ത മതസിദ്ധാന്തങ്ങളുടെ ലേബലൊട്ടിച്ച് പുറത്ത് വിപണിയിലെത്തിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ നിമിത്തം ആശങ്കപ്പെടുത്താനോ വേർതിരിച്ച് കാണിക്കാനോ ശ്രമിക്കുന്നത് തികച്ചും അനീതി തന്നെയാണ്. ബൊമ്മെ സർക്കാർ പറയുന്നതും അതുതന്നെയാണ്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ BJP ഹിന്ദുത്വ അജണ്ടകൾ വെച്ച് കളിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ടെങ്കിലും ഹലാൽ എന്ന ലേബലിൽ വിപണിയിലെത്തുന്ന ഭക്ഷണത്തിന് പിന്നിൽ ആഹാരപദാർത്ഥം എന്നതിനപ്പുറത്ത് വിപണിയെ ആസൂത്രിതമായി കൊള്ളയടിക്കുകയും ചെറുകിട ഭക്ഷ്യ വ്യവസായങ്ങളെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ചിലരുടെ ഗൂഢപദ്ധതികൾ നിലനിൽക്കുന്നുവെന്ന യാഥാർത്ഥ്യം
അവരും നിഷേധിക്കുന്നില്ല. ഹലാൽ ഭക്ഷണം നിമിത്തം നിലനിൽക്കുന്ന വ്യാവസായികവും സാമൂഹികവുമായ പ്രതിസന്ധികൾ നിമിത്തം കഴിഞ്ഞ ദീപാവലി ദിനത്തിൽ ഹലാൽ ഭക്ഷണങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ദീപാവലി ആഘോഷങ്ങളായിരുന്നു കർണാടകയിൽ നടന്നത്. അന്ന് മക്ഡൊണാൾഡ്, KFC തുടങ്ങിയ അന്താരാഷ്ട്ര ഹോട്ടൽ ശൃംഖലകളിൽ നിന്ന് ഹലാൽ സർട്ടിഫൈഡായി വരുന്ന ആഹാരങ്ങൾ സാമൂഹികവും അല്ലാത്തതുമായ വേർതിരിവുകളും പ്രതിസന്ധികളും സൃഷ്ടിക്കുന്നുണ്ടെന്ന് അന്നേ ചില സംഘടനകൾ ആരോപിക്കുകയും ഇത്തരം ഹോട്ടൽ ഔട്ട്ലെറ്റുകളുടെ മുന്നിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് പുതിയ നീക്കങ്ങൾ. ഇസ്ലാമിക മതജീവിതചര്യകളെ ഒരു സംസ്ഥാനത്തെ പൊതുജീവിതത്തിൻ്റെ കൂടി ഭാഗമാക്കി മാറ്റുക എന്ന ഗൂഢതന്ത്രങ്ങൾക്കപ്പുറത്ത് ബിസിനസ് മേഖലയെ മൊത്തത്തിൽ കൈപ്പിടിയിൽ ഒതുക്കുക എന്ന ലക്ഷ്യം കൂടി മുറ്റി നിൽക്കുന്ന ഹലാൽ അടിച്ചേൽപ്പിക്കലുകൾ പൊതുസമൂഹത്തിൽ നീതിയുക്തമല്ലാത്തതിനാൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഹലാലിന് എതിര് തന്നെയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഹലാൽ എന്ന് നിഷ്കർഷിക്കുന്ന ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കൂ എന്നുള്ളവർക്ക് അത് കഴിക്കുന്നതിന് യാതൊരു വിലക്കുമില്ല. എന്നാൽ ഒരു സംസ്ഥാനത്തിൻ്റെ പൊതുവിപണിയിൽ സർക്കാരിൻ്റെ അംഗീകാരമുള്ള ഭക്ഷണങ്ങളല്ലാതെ മറ്റ് ഏത് സംഘടനയുടെ സർട്ടിഫിക്കേഷനുകളുള്ള ഭക്ഷണങ്ങളായാലും അത് പൂർണ്ണമായി നിരോധിക്കുക എന്നുള്ളത് ഈ കാലത്തെ തികഞ്ഞ അനിവാര്യത തന്നെയാണ്. നാനാജാതി മതസ്ഥർ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിൽ ഒരു മതത്തിൻ്റെ മാത്രം നിഷ്ഠകളും ചിഹ്നങ്ങളുമൊക്കെ ലേബൽ ചെയ്യപ്പെട്ട ഭക്ഷണങ്ങൾ നിർബന്ധപൂർവമോ തന്ത്രപൂർവമോ ആയി അടിച്ചേൽപ്പിക്കുന്നത് സാമൂഹിക സന്തുലനാവസ്ഥയെ തന്നെ ശിഥിലമാക്കുന്ന കാര്യം തന്നെയാണ്. ഇതര മതസ്ഥരുടെ കച്ചവട സംരംഭങ്ങളെ തകർക്കാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കൾ ഹലാലിനെ ശക്തമായി കൂട്ടുപിടിക്കുന്നു എന്നുള്ളത് വലിയ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇത് തുടർന്നാൽ ഇവിടുത്തെ വ്യാപാര മേഖലകൾ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ കുത്തകയായി മാറുക തന്നെ ചെയ്യും. കേരളവും കർണാടകയുടെ മാതൃക പിന്തുടരുകയാണ് വേണ്ടത്. കാസ എന്ന സംഘടന കഴിഞ്ഞ ദിവസം ഒരു വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിരുന്നു. ഷിബു പീഡിയേക്കൽ എന്ന ഇസ്ലാമിക ദാവാ പ്രവർത്തകനെ ക്രിസ്ത്യാനികൾ തിരിച്ചറിയുക എന്ന തലക്കെട്ടോടെ മുൻ ഓർത്തഡോക്സ് സഭാ വിശ്വാസിയും പിന്നീട് പെന്തക്കോസ്ത് പാസ്റ്ററുമായി തീർന്ന ഷിബു പീഡിയേക്കൽ എന്ന ക്രൈസ്തവ നാമധാരി ഇസ്ലാം മതം സ്വീകരിച്ചുവെന്നും പ്രതിഫലമായി കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയെന്നുമായിരുന്നു കാസയുടെ ആരോപണം. ഓരോരോ കാലഘട്ടത്തിൽ വിവിധങ്ങളായ ഗ്രൂപ്പുകളുമായി ചേർന്ന് ഇയാൾ മാർപ്പാപ്പ മുതൽ താഴോട്ടുള്ള വൈദികർ വരെ ക്രിസ്ത്യൻ വിശ്വാസങ്ങളെയും പരിശുദ്ധ കന്യകാമറിയത്തെയും പലതവണ അവഹേളിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഓരോരോ കാലഘട്ടത്തിൽ വിവിധങ്ങളായ ഗ്രൂപ്പുകളുമായി ചേർന്ന് ഇയാൾ മാർപ്പാപ്പ മുതൽ താഴോട്ടുള്ള വൈദികർ വരെ ഉള്ളവരെയും ഒപ്പം ക്രിസ്ത്യൻ വിശ്വാസങ്ങളെയും പരിശുദ്ധ കന്യകാമറിയത്തെയും പലതവണ അവഹേളിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇയാൾ ഈയിടെ മെത്രാനായ തറയിൽ പിതാവിനെ സ്വവർഗഭോഗിയാക്കി ചിത്രീകരിക്കുന്ന രീതിയിൽ വളരെ മ്ലേച്ഛമായ അവഹേളനങ്ങൾ നിറഞ്ഞ പരാമർശങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. അദ്ദേഹത്തെ മാത്രമല്ല പല തിരുമേനിമാരെയും വൈദികരെയും ഒക്കെ തന്നെ ഇദ്ദേഹം ഒരു സുവിശേഷകൻ എന്ന നിലയിൽ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അവഹേളിക്കുന്നുമുണ്ട്. എല്ലാ സഭകളും ഇയാളെ തള്ളിപ്പറഞ്ഞിട്ടും ഷിബു പീഡിയേക്കൽ താൻ ഒരു സുവിശേഷകനാണ് എന്ന രീതിയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വരുന്ന 10 വർഷത്തിനുള്ളിൽ കത്തോലിക്കർ ഇവിടെ ഇല്ലാതെയാകും എന്ന് പ്രവചിച്ചിരിക്കുന്ന ഇയാൾ പരമാവധി ഇടങ്ങളിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വെള്ളപൂശാനും ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് മുതലായവ ഇല്ല എന്ന് സ്ഥാപിക്കാനുമാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളിലെ ജിഹാദിയെ ക്രിസ്ത്യൻ സമൂഹം തിരിച്ചറിയണം. ഇതാണ് ഷിബു പീഡിയേക്കൽ മതം മാറിയതിൻ്റെ ചരിത്രം വിശദീകരിച്ചതിന് ശേഷം കാസ പറഞ്ഞു വയ്ക്കുന്നത്. കാസയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഷിബു രംഗത്തെത്തുകയുണ്ടായി.
തീയല്ലിവൻ കാട്ടുതീയാണ്, കുളിർക്കാറ്റല്ലിവൻ കൊടുങ്കാറ്റാണ്, അലമാലയല്ലിവൻ സുനാമി തിരമാലയാണ്, പ്രതിഭയല്ലിവൻ പ്രതിഭാസമാണ്. എതിരാളികൾക്കൊരു ഉപദേശം തരാം, ഒരു കാലത്തും നിങ്ങൾ അയാളെ എതിർത്ത് നിൽക്കാൻ പോകരുത്. കാരണം പിടിച്ചുകുടയും ആ സിംഹം നിങ്ങളെ. അപ്പോ കാസയുടെ കേസ് വിടുന്നില്ല. ഇന്ന് രാത്രി 9 മണിക്ക്, ഇന്ത്യൻ സമയം 9 മണിക്ക് കാസയ്ക്കുള്ള പരിപ്പുവടയും ചായയും കൊടുക്കുന്നതായിരിക്കും. എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുന്നു. ഇങ്ങനെ സ്വയം തള്ളി മറിക്കുന്ന ഇയാളുടെ വിശദീകരണ വീഡിയോ കൂടി കേൾക്കുക. നീ എന്റെ കാര്യത്തിൽ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. നീ പോയി നിന്റെ പണി നോക്ക്. കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് കോണയം കെട്ടിക്കാൻ കാസയുടെ ആവശ്യമില്ല. നിന്റെ തന്തയല്ല എന്റെ തന്ത. അതുകൊണ്ട് തന്നെ എവിടെ നിന്നാലും അവിടെ നിൽക്കും. ആത്മാർത്ഥത കാണും, അവസാനം വരെ നിൽക്കും. ഇതാണ് കുഴപ്പം. അറബി പഠിക്കാനാണെങ്കിലും അറബി അറിയാവുന്നവന്റെ പോയി പഠിക്കണം. എന്നാലും നീ തീരുമാനിച്ച സ്ഥിതിക്ക് RSS ഉള്ളവന്റെ തിന്നാ നല്ലത് പോയി തിന്നടാ. ഞാൻ തന്നെയാണടാ അത് ചെയ്യുന്നത്. കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും തമ്മിൽ തെറ്റിക്കുന്നതും, അവിടെ ചൂടേറിയ വാക്പോരുണ്ടാക്കുന്നതും, അതിൽ എണ്ണ പകരുന്നതും, അതിന് ആയുധം എത്തിച്ചു കൊടുക്കുന്നതും അത് ഞാനാണ്. നീ എഴുതി ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ഇനിയും ചെയ്യും. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിനക്ക് മോങ്ങാനേ പറ്റുള്ളൂ. കേരളത്തിലെ പ്രമുഖ വചനപ്രഘോഷകർക്കൊപ്പം വേദി പങ്കിട്ടിട്ടുള്ള ഷിബു പീഡിയേക്കൽ മതം മാറിയോ മാറിയില്ലയോ എന്നതിലുപരി ഇയാളുടെ ഈ വാക്കുകളിലൂടെ ഇയാൾ ആരാണ്, ഇയാൾ എന്താണ് എന്ന് സാധാരണ വിശ്വാസികൾക്ക് പോലും മനസ്സിലാക്കുവാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. ക്രൈസ്തവ മതവിഭാഗങ്ങളിലെ കൊന്നുകളയേണ്ട നേതാക്കന്മാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്ന റിപ്പോർട്ടേഴ്സ് എന്ന പേരിലുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ രഹസ്യ വിഭാഗങ്ങളെക്കുറിച്ചും ഇത്തരം കേഡർമാർക്ക് നൽകുന്ന പരിശീലനത്തെക്കുറിച്ചുമെല്ലാം NIA കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ കേരളത്തിൽ പാലൂട്ടി വളർത്തിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് എന്നുകൂടി കേരള ജനതയ്ക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഭയാനകമായ ഈ അന്തരീക്ഷത്തിലും സമാധാനത്തിൻ്റെ രാജാവായി ക്രിസ്തു ഏവരുടെയും ഹൃദയങ്ങളിൽ വാഴട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ന്യൂസ് കാൻ ഈ ആഴ്ച സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.